ഓം ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കോരാവിവൻ തോണി നിൻ പദം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം അന്തിമവും ശാശ്വതവുമായ വിജയം. ശിവഗിരി തീർത്ഥാടന യാത്രയുടെ ഉദ്ദേശങ്ങൾ, സാധിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ലക്ഷ്യം, ഇടതു കൈവിരലുകൾ ഒന്നൊന്നായി എണ്ണിക്കൊണ്ട് 1 വിദ്യാഭ്യാസം, 2 ശുചിത്വം, 3 ഈശ്വരഭക്തി, 4 സംഘടന, 5 കൃഷി, 6 കച്ചവടം, 7 കൈത്തൊഴിൽ, 8 സാങ്കേതിക ശാസ്ത്ര പരിശീലനം. മനസ്സിലായോ ഈ വിഷയങ്ങൾ? ഈ വിഷയങ്ങളെപ്പറ്റി പ്രസംഗ പരമ്പര നടത്തണം. ഓരോ വിഷയത്തിലും വൈദഗ്ധ്യമുള്ളവരെ ക്ഷണിച്ചു വരുത്തി പ്രസംഗിപ്പിക്കണം. ജനങ്ങൾ അച്ചടക്കത്തോടെ ഇരുന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. കേട്ടതെല്ലാം പ്രവൃത്തിയിൽ വരുത്തുവാൻ ശ്രമിക്കണം. അതിൽ വിജയം പ്രാപിക്കണം. അപ്പോൾ ജനങ്ങൾക്കും രാജ്യത്തിനും അഭിവൃദ്ധി ഉണ്ടാകും. ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ഉദ്ദേശ്യം ഇതായിരിക്കണം. മനസ്സിലായോ പ്രിയരെ? ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യമായി 1928 ഗുരുദേവൻ കൽപ്പിച്ചതാണ് ഇത്. ഏറ്റവും നല്ല ഉൽപാദനശേഷിയുള്ള കുറെ നെൽവിത്തുകൾ എടുക്കുക. അത് തുല്യമായി ഭാഗിച്ച് ഒരു പാറപ്പുറത്തും മരുഭൂമിയിലും ഒരു പുഴയുടെ ഉപരിതലത്തിലും ഒരു പുൽമേട്ടിലും ഉഴുതുമറിക്കാത്ത ഒരു വയലിലും പാകപ്പെടുത്തിയ ഒരു വയലിലും വിതയ്ക്കുക. എന്ത് സംഭവിക്കും? പാറപ്പുറത്തും മരുഭൂമിയിലും വിതച്ച വിത്തുകൾ കരിഞ്ഞുപോകും. പുഴയിൽ വിതറിയ വിത്ത് ഒഴുകിപ്പോകും. പുൽമേട്ടിലേത് മുളച്ചു പൊന്തിയാലും പുല്ലുകളാൽ മൂടപ്പെട്ട് നശിക്കും. ഉഴുതുമറിക്കാത്ത വയലിലെ വിത്ത് ദുർബലപ്പെടും. പാകപ്പെടുത്തിയ വയലിൽ വിതച്ചവ ആരോഗ്യത്തോടെ വളരും. കാലാകാലം വളവും വെള്ളവും ശുശ്രൂഷയും നൽകുകയും അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാവുകയും ചെയ്താൽ കാലമെത്തുമ്പോൾ നല്ല വിളവ് കിട്ടും. ഏതെല്ലാം ഘടകങ്ങളുടെ സാന്നിധ്യവും ചേർച്ചയും കൊണ്ടാണോ ഇതുണ്ടായത്, അതുപ്രകാരം ജീവിതത്തിന്റെ സമസ്ത മേഖലയെക്കുറിച്ചും സമഗ്രവും ശാസ്ത്രീയവുമായ അവബോധം ഉണ്ടായാൽ മാത്രമേ ഒരു മനുഷ്യന് ജീവിതത്തിൽ വിജയിക്കാനാവൂ. ഭൗതിക മേഖലയിലെ വിജയം മാത്രം പോരാ, അത് അന്തിമമായ വിജയമല്ല. ആധ്യാത്മികവും ഭൗതികവുമായ സംയോജിക്കലിൽ നിന്നുമാണ് അന്തിമവും ശാശ്വതമായ ജീവിത വിജയം ഉണ്ടാകുന്നത്. ഇതാണ് ശിവഗിരി തീർത്ഥാടനത്തിന്റെ മൗലികമായ ലക്ഷ്യം. ജനങ്ങൾക്കും രാജ്യത്തിനും ലോകത്തിനും തന്നെയും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഈ തീർത്ഥാടന സങ്കല്പം മനുഷ്യനെ മനുഷ്യനിലേക്കും മനുഷ്യനെ മനുഷ്യത്വത്തിലേക്കും അടുപ്പിക്കുന്ന ഒന്നാണ്. സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.